അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയൊരു ഭയം എന്തെങ്കിലും പ്രണയങ്ങളിൽ ഈ പെൺകുട്ടികൾ പോയി ചാടുമോ എന്നുള്ളതാണ്. അങ്ങനെ പേടിച്ചിരേണ്ട രക്ഷിതാക്കളാണ് സഫീനയുടെ ഉമ്മയും വാപ്പയും. സഫീന കോളേജിൽ പഠിക്കുന്ന ഒരു കാലത്ത് ഇൻസ്റ്റ വഴി ഒരു പ്രണയത്തിൽ പോയി അകപ്പെട്ടു. വീട്ടുകാരത് വേഗത്തിൽ കണ്ടുപിടിച്ചു. മോളോട് പറഞ്ഞു, മോളെ ഈ ആദ്യ പ്രണയങ്ങളായിട്ടൊന്നും മോള് വരണ്ട, ഒരു കാരണവശാലും ഇത് കെട്ടിച്ചേരൂല എന്ന് പറഞ്ഞു. പക്ഷേ സെഫീനാക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പഴയ പോലൊന്നുമല്ല, +2 പഠിക്കുന്ന ഒരു കുട്ടിയല്ല, ഇപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയാണ്. ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് കെട്ടിച്ചേരണമെന്നോ നാളെ കെട്ടിച്ചേരണമെന്നല്ല ഞാൻ പറയണത്. എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടുന്ന സമയത്ത് ഇവനെ കെട്ടിച്ചേരണമെന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞിട്ട് പൊന്നു മോളെ ആ വാപ്പ സമ്മതിക്കില്ല എന്ന് ഉമ്മ കട്ടായായിട്ട് പറഞ്ഞു. ഒടുവിൽ ഇവളെ കൗൺസിലിങ്ങിന് കൊണ്ട് ഇവള് പിന്മാറിയിട്ട് ഈ വീട്ടുകാർക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഇവളെ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഇവൾ കോഴിക്കോട് കോഴ്സിന് ചേർന്നു. ആ കോഴ്സിന് ചേർന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞു, പൊന്നു മോളെ ഇപ്പോൾ പഴയ പ്രണയമൊന്നുമില്ലല്ലോ. ഓള് പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനത്തെ പ്രണയം കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ എൻ്റെ അമ്മ കൊളാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞു മാടാ പരിഭവങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവളൊരു കല്യാണക്കാര്യം ഉറപ്പിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് കല്യാണക്കാര്യങ്ങൾ വന്നു. പക്ഷേ സഫീനക്കൊന്നും ഇഷ്ടാവണില്ല. അപ്പോൾ വീട്ടുകാർക്കൊരു സംശയം, ഇവള് പഴയ പ്രണയം ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത്. ചോദിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഒഴിവാക്കി, നല്ല കല്യാണക്കാര്യം വന്നാൽ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇവിടെ കല്യാണം ഒരു നിശ്ചയം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിക്കാഹ് വേണ്ട. പലപ്പോഴും ഈ നിക്കാഹൊക്കെ നേരത്തെ കഴിച്ചിട്ടിട്ട് പിന്നെ അത് ഡിവോഴ്സ് ആവുന്ന പല കേസുകളൊക്കെ വരാറുണ്ട്. എന്തായാലും നിശ്ചയം കഴിഞ്ഞാൽ മതി. എന്നാണോ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അപ്പം തന്നെ മതി നിക്കാഹ്, നേരത്തെ നിക്കാഹ് ചെയ്ത് ഇടണ്ടെന്നൊരു അഭിപ്രായമാണ് ആ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു. വളരെ ഹാപ്പി ആയിട്ട് പോവാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാർക്കൊരു പരാതി. ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഇങ്ങനെ പെൺകുട്ടി പഴയതുപോലെ ഫോണിലൊന്നും വളരെ ആക്റ്റീവല്ല, അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നില്ല. നേരത്തെ ഉമ്മാനോടും ഭർത്താവിൻ്റെ പെങ്ങന്മാരോടൊക്കെ സംസാരിച്ചിരുന്നതാണ്. ഈ കെട്ടാൻ പോണ ചെക്കനോടും വിളിച്ചിരുന്നതാണ്. പിന്നെ ആ വിളിയുടെ ഒക്കെ എണ്ണം കുറഞ്ഞു. അങ്ങനെ വീട്ടുകാർക്ക് സംശയമായിട്ട് ഇവളുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവളെപ്പോഴും ഈ ഇൻസ്റ്റാ വഴി നേരത്തെ പ്രണയത്തിലായിരുന്ന ചെറുക്കനോടുള്ള ബന്ധം തുടരുന്നുണ്ട്. അത് ആ ഉപ്പാനെ പറ്റിക്കുകയാണ്. കാരണം ആ ഉപ്പാക്ക് ഭയങ്കര ഉപ്പ ഒരു ഗൾഫുകാരനാണ്. ഉപ്പ നാട്ടിൽ വരുമ്പോഴൊക്കെ മകൾക്ക് എല്ലാ ഫ്രീഡം കൊടുത്ത് വിദ്യാഭ്യാസത്തിന് യാതൊരു കുറവില്ല, മകൾക്ക് ആരുമായിട്ടും സൗഹൃദം ഉണ്ടാക്കുക, ഇതൊക്കെ ഫ്രീഡം കൊടുത്ത ഒരു ഫാമിലിയാണ്. അപ്പോഴൊക്കെ ഉമ്മ പറയലുണ്ട്, പെൺകുട്ടികൾക്ക് നിങ്ങൾ അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത്, പെൺകുട്ടികൾ അങ്ങനെ വഷളാവും എന്നൊക്കെ ഉമ്മ ഒരു പഴഞ്ചൻ ഡയലോഗൊക്കെ പറയുമ്പോൾ ഉപ്പ് പറയുന്നത് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, ആൺകുട്ടികൾക്കുള്ള പോലെ സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കും വേണം എന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു വാപ്പയാണ്. ആ വാപ്പയും മകളെ നന്നായിട്ട് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് +2 പഠിക്കുമ്പോഴേക്ക് അവൾക്ക് ഫോൺ ഉണ്ടായിരുന്നു. ഇൻസ്റ്റ തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇവൾ ഇൻസ്റ്റ വഴി ഒരുത്തനെ പ്രണയത്തിലാകുന്നത്. പ്രണയത്തിലായ ചെക്കനെ കുറിച്ചൊക്കെ ഉപ്പ നന്നായിട്ട് അന്വേഷിച്ചു. ഒന്നിനും കൊള്ളാത്ത, ഒരു കുടുംബത്തിൽപ്പെട്ട, ഒരു കൃത്യമായിട്ട് പണിക്ക് പോവാത്ത, കണ്ണി കണ്ട ഉടായ്പകളൊക്കെ പോയി ചാടുന്ന ഒരു പക്ക ഒരാൾ. അപ്പം അങ്ങനത്തെ ഒരാളെ ഇയാളുടെ മകളുടെ ഒരു ഭർത്താവായിട്ട് ആ വീട്ടുകാർ അംഗീകരിക്കുമോ? പക്ഷേ അങ്ങനെ വന്ന് ഇവിടെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പ്രണയത്തിൽ നിന്നൊക്കെ പിന്മാറി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ വേണ്ടിയുള്ള ഫ്രീഡങ്ങൾ കൊടുത്തു, മൊബൈൽ വാങ്ങി വെച്ചതൊക്കെ തിരിച്ചു കൊടുത്തു. ഇവളതൊക്കെ അഭിനയിച്ചതാണ്, ശരിക്കും വാപ്പാനും ഇമ്മാനും പറ്റിച്ചതാണ്. എന്നിട്ട് കോഴിക്കോട് ഇവൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ തന്നെ PG പഠിക്കണം എന്ന് പറഞ്ഞത്. അവിടെ ആകുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുക, പിന്നെ അവിടുത്തെ നൈറ്റ് ലൈഫ് നിനക്ക് ആസ്വദിക്കുക. ആ സമയത്തൊക്കെ ഇവനുമായിട്ട് നന്നായിട്ട് കറങ്ങലുണ്ട്. ഇതൊന്നും വീട്ടുകാർക്കറിയില്ല, നന്നായിട്ട് പറ്റിക്കുകയാണ്. പിന്നെ ഇവൾ കല്യാണ നിശ്ചയത്തിന് ഇവൾ സമ്മതിച്ച് വീട്ടുകാരെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ്. ഇവളപ്പോൾ ഇവളുടെ മൈൻഡിലുണ്ടായിരുന്നൊരു കാര്യം, കല്യാണ നിശ്ചയം കഴിഞ്ഞോട്ടെ, അങ്ങനെ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പതുക്കെ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഓൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. ഇതൊക്കെയായിരുന്നു ഇവളുടെ പ്ലാന്. ഈ പ്ലാന് മുഴുവനും ആ വാപ്പാക്ക് മകളോട് ഭയങ്കര വിരോധം ഉണ്ടാക്കി. ആ മകളോട് പിന്നെ സംസാരിക്കാൻ പോലും ആ വാപ്പ തയ്യാറായില്ല. എത്രയോ കുടുംബങ്ങളിൽ പ്രണയത്തിൻ്റെ പേരിൽ വാപ്പയും ഉമ്മയും കൂടി തെറ്റിയ കുടുംബങ്ങളുണ്ടെന്നറിയോ? ഉമ്മയും പെൺകുട്ടികളും കൂടി തെറ്റിയ കുടുംബങ്ങളുണ്ടെന്നറിയോ? ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പ്രണയത്തിൻ്റെ പേരിൽ വാപ്പാനോടും ഉമ്മാനോടും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രണയം കൊണ്ട് എന്ത് നേട്ടം നേടാനാണ്? അല്ലെങ്കിൽ എന്ത് സന്തോഷമുള്ള ലൈഫ് ഉണ്ടാക്കാനാണ്? പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പാരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പെൺകുട്ടികൾ മുതിർന്നു കഴിഞ്ഞിട്ട് ഒരു പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അത് കുടുംബത്തിന് കൊള്ളാവുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ 10-20 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു പ്രണയമൊക്കെയാണ് പെൺകുട്ടികൾക്കെങ്കിൽ, അത് ന്യായമായതാണെങ്കിൽ നിങ്ങൾ വെറുതെ ജാട കാണിച്ചിട്ട് അതിനുള്ള ലൈഫ് കളയണ്ട. പറ്റാവുന്നതാണെങ്കിൽ ഒന്നിപ്പിക്കുക, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അത് വേറെ മതവ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ പലപ്പോഴും വാപ്പാർക്കും ഉമ്മാർക്കും ഈഗോ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സമ്മതിച്ചു കൊടുക്കൂല. ഇവിടെ വാപ്പ നല്ലതാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാനൊക്കെ റെഡിയാണ്. പക്ഷെ എന്ന് ചെക്കനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കാര്യം ഇതല്ലേ, അതെങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുക. അപ്പോൾ ഇവനായിട്ട് വീട്ടുകാരായിരുന്നു. ഈ ചാറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ ഇവർ നന്നായിട്ട് ബൈക്കിൽ കറങ്ങലുണ്ട്, കാറിൽ പോകലുണ്ട്. ഇതൊക്കെ ആ ചാറ്റിങ്ങിൽ നിന്നുള്ള വർത്തമാനത്തിൽ നിന്ന് ഇനി കാറായിട്ട് അവിടെ നിൽക്കുക, ഞാൻ വരാം എന്നൊക്കെ പറയുന്നതൊക്കെ ഇന്ന് കണ്ടു.
പിന്നെ ഇവൾക്ക് വാപ്പാനോട് പിന്നെ മിണ്ടാൻ പറ്റണ്ടേ, ഇവൾക്ക് മിണ്ടാനുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ വാപ്പാക്ക് വലിയ സങ്കടം തോന്നിയൊരു കാര്യം, ഒരിക്കൽ വാപ്പ നന്നായിട്ട് ഉപദേശിച്ച് കൊടുത്തിരുന്നതാണ്, മോളെ ഇതിന് നിൽക്കരുത്, അവൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ഈ മോള് പിന്നെയും നിശ്ചയം കഴിഞ്ഞിട്ടും അവൻ്റെ കൂടെ കറങ്ങി നടക്കണ കണ്ടപ്പോൾ ആ വാപ്പ മനമുരുകിയിട്ട് ആ വാപ്പ എന്ത് ചെയ്തു, മകളെ മനസ്സിനുള്ളിൽ വെറുത്തു. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഉണ്ടാവാം. പൊന്നു മക്കളെ, നിങ്ങൾ വാപ്പാനും ഉമ്മാനും വെറുപ്പിച്ച് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ളത്. ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങളിനോട് പഴഞ്ചനാണ്, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഉണ്ടായിക്കോട്ടെ, എനിക്ക് പ്രശ്നമുള്ളതല്ല. പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു ദിവസം പിന്നെ വാപ്പ ഈ മോളുടെ കാലിൽ ഇടപെടില്ല, ഉമ്മ കുടുങ്ങി. വാപ്പാൻ്റെ മോളുടെ ഇടയിൽ നിന്ന് കുടുങ്ങിയതാരാണ്? ഉമ്മയാണ്. ഒരു ദിവസം ഇവർ ബൈക്കിൽ വരുന്നൊരു സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് ഇവർ താമരശ്ശേരി ആ ഭാഗത്ത് വെച്ച് പോലീസ് ഇവരുടെ വണ്ടി ചെക്ക് ചെയ്തപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, ലഹരി വസ്തുക്കൾ പിടിച്ചു. അപ്പോൾ ഇവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഈ പെൺകുട്ടിക്ക് അറിയില്ല. പല ചുറ്റിക്കളി ഉണ്ട്. ഇങ്ങനെ ചുറ്റിക്കളി നടത്തുന്നവരെയാണല്ലോ പെൺകുട്ടികൾക്ക് ഇഷ്ടമില്ല. അത് മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ട് പോണവരെ, മാന്യമായിട്ട് നടക്കണവരെ ഓനൊരു കണ്ണാപ്പിയാണെന്ന് ഇവർ പറയുള്ളൂ. അപ്പോൾ അല്ലാത്തവരാകുമ്പോൾ ഒരു എനർജറ്റിക് ആണെന്ന് പറയും. അങ്ങനെ MDയുമായിട്ട് പോലീസ് പിടിച്ചപ്പോൾ ഇവർ പിറകിലുണ്ട്. പോലീസ് അനുമാനിച്ച എന്താണ്, രണ്ടുപേരും കപ്പിളായിട്ട് ഇതിൻ്റെ കരിയർമാരാണെന്നുള്ളതാണ്. അങ്ങനെ ഇവള് കരഞ്ഞിട്ട് പറഞ്ഞു, അതിൽ അംഗമല്ല, ഞാൻ ഇവൻ്റെ കൂടെ ഇവൻ്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, ഞാൻ ഇവൻ്റെ ബോയ് ഫ്രണ്ടാണ്, എനിക്കറിയില്ല ഇവൻ അങ്ങനെ. ഇപ്പോൾ ഇവളൊരു കരച്ചിൽ, ഇത് പോലീസുകാർക്ക് ഏകദേശം ഒരു നിഷ്കളങ്കയാണെന്ന് മനസ്സിലായിട്ട് ഇവളുടെ ഫാമിലി നമ്പറൊക്കെ വാങ്ങിയിട്ട് വാപ്പാക്ക് വിളിക്കുകയാണ്. വാപ്പ വല്ലാത്ത ഷോക്കായി. വാപ്പ ശരിക്ക് പറഞ്ഞത്, എൻ്റെ പൊന്നു മോളാണ്, അവൾ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഇവൾക്ക് വാപ്പാനും തലയൊരു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ. അങ്ങനെ പോലീസിനോടൊക്കെ പറഞ്ഞു പരിചയം, ഇവളെ കേസിൽ അകപ്പെടുത്താതെ അവനെന്ത് ചെയ്തു, ആ ഒരു ലഹരിയുടെ വസ്തുവിൻ്റെ പേരിൽ പോലീസ് പിടിച്ചപ്പോൾ ഇവളോട് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മോൾക്ക് മനസ്സിലായില്ലേ, അന്ന് വാപ്പ എത്രയോ തവണ പറഞ്ഞതാണ് അവൻ ലഹരിയുടെ അഡിക്റ്റാണ്, അവൻ മോശക്കാരനാണ്, നമ്മുടെ കുടുംബത്തിൽ ചേർക്കാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ ആ മകൾക്ക് വലിയൊരു സങ്കടം. കാരണം ഇത് തന്നെ ചീറ്റ് ചെയ്തു. ഇവളുടെ ഉള്ളിൽ ഭയങ്കര നിരാശയും ലൈഫിനോടെ ഇവൾക്ക് താല്പര്യമില്ലാതായി. കാരണം ഒന്ന് വാപ്പാനും ഉമ്മാനും ധിക്കരിച്ചിട്ട് അവൻ്റെ കൂടെ അത്രയും കാലം പ്രണയിച്ചു, പിന്നെ വാപ്പാനെ പറഞ്ഞ് പറ്റിച്ചു, പിന്നെ നിശ്ചയം കഴിഞ്ഞ ഒരാളെ പറ്റിച്ചു. നിശ്ചയം കഴിഞ്ഞ ആൾക്കാർ തന്ന സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ട് ഒരു തടി സ്ഥലം. ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ ചിന്തിക്കുന്നതിന് എങ്ങനെയെന്നറിയോ, ആ പെൺകുട്ടികളുടെ വാക്കുകൾക്ക് മുൻപിൽ ഇത് രക്ഷിതാക്കൾക്ക് മിണ്ടാട്ടം പോലും ഇല്ല. ഈ പെൺകുട്ടികൾ ഈ ഒരു പുതിയ കാലത്ത് ഈ പെൺകുട്ടി ഒരു കോളേജ് ടോക്കിൽ ചാനലിന് വേണ്ടി കൊടുത്ത ഈ വാക്കുകളെന്ന് പറഞ്ഞ കേട്ടോ നിങ്ങൾ ഒന്നും വേണ്ട. ഇപ്പൊ ഓള് പറഞ്ഞ് എന്താ, നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓല് ഒരിക്കലും കെട്ടിക്കൂലാൻ, അത് വെറുതെയാണ്. കാരണം കുറെ വീട്ടിലുണ്ട് പാരന്റ്സ്, നമ്മൾ എത്ര നോ പറഞ്ഞു കഴിഞ്ഞാലും ഈ അത് ചെയ്യൂലെന്നുണ്ടെങ്കിൽ അന്ന് ഇത്രയും കാലം വളർത്തിയത് എന്തിനാണ്, നമ്മൾ എന്താ അങ്ങനെ ആക്കിയത്? നമ്മൾ ഒരാൾ പ്രേമിച്ച് കഴിഞ്ഞാൽ അവർക്ക് തെറ്റാം, നമുക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, നമ്മൾ അതിനായിട്ടില്ല, നിങ്ങൾ ഇപ്പൊ തന്നെ കുടുംബം ചെയ്ത് നമ്മൾ സെയിം ഏജ് ഒക്കെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ പറയേണ്ടി വരില്ല, അത് ഭയങ്കര തെറ്റാണ്. ഓല് പറയും ഞങ്ങൾ അന്വേഷിക്കണ്ടല്ലോ, പ്രേമിക്കുമ്പോൾ നമ്മൾ ഓല് മനസ്സിലാക്കണില്ലേ, അത് ഇവർ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ച് പിറ്റേ ദിവസം ഒരാൾ നാട്ടിൽ പോയി അന്വേഷിക്കണേ, സാമ്പത്തികം അന്വേഷിക്കുമായിരിക്കും. ഓൾക്ക് നല്ലൊരു വീടുണ്ടോ, ഇപ്പൊ കെട്ടുന്ന ആൾക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടോ, ഒരു ജോലിയുണ്ടോ, പറമ്പുണ്ടോ, നീ ഇപ്പൊ കെട്ടിച്ചാൽ വല്ല പെങ്ങന്മാരുണ്ടെങ്കിൽ അത് പറ്റില്ല, കാരണം അതൊരു ബാധ്യതയാണല്ലോ. ഇല്ല, ഇപ്പൊ ചെക്കന് എന്തെല്ലാം കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ ഒരു പറയും, ഓ ചെക്കന് എന്തൊക്കെ കൺസെപ്റ്റാണ്. അപ്പൊ ഈ പെൺവീട്ടാരോ ഇപ്പൊ ഒന്നും വേണ്ട, എന്റെ ഫ്രണ്ട് ഉണ്ട്, ഓള് അങ്ങനെ പഠിക്കാൻ അത്ര തോന്നില്ല, പക്ഷെ ഓളെ അമ്മാന്റെ കൺസെപ്റ്റ് ഒക്കെ ഡോക്ടർ വേണം, ഓളെ കെട്ടുന്ന ആൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആണ്. അപ്പൊ എന്തോ ഈ ചുമ്മാ പറയും, എന്റെ ഏട്ടത്തിന്റെ മക്കളെ കെട്ടിയതൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. സ്ത്രീധനം എത്ര ആണുങ്ങൾ വേണ്ട പറഞ്ഞാലും നമ്മള് വരക്കാർ അങ്ങോട്ട് കൊടുക്കും. ഒന്ന് നമ്മള് കെട്ടിച്ച് വിടുമ്പോ എന്തേലൊക്കെ കൊടുക്കണ്ടേ പറയും. സ്വർണത്തിന്റെ വില നല്ലോണം കയറിക്കൊണ്ടിരിക്ക, വീട്ടുകാരെന്താ പറയാ, എങ്ങനെ ഒന്നും ഇല്ലാതെ ഇറക്കി വിടാ, എന്തേലും കൊടുക്കണ്ടേ അറിയും. എന്നിട്ട് ഇവരെന്നെ പറയും, സ്ത്രീധനം വേണ്ട, ഒന്നുമില്ലാതെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞ പോലെ എന്താ പറയാ, ഓക്ക് പണ്ടൊന്നുമില്ല, എന്തോ രണ്ടെണ്ണം കൊണ്ട് വന്നിക്കണേ, ഇതല്ലേ പറയുള്ളൂ. ഇങ്ങനെ പറയണ ആ ഇത് നമ്മളപ്പോ പറച്ചില് മാത്രമുള്ള സ്ത്രീധനം വേണ്ടെന്നുള്ളത് അല്ല. കാരണം നാട്ടുകാരെന്താ വിചാരിച്ചാ, ഇവരെ ഇറക്കി കൊടുക്കുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ. നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാലേ കുറച്ച് അമ്മായിമാരുണ്ടാകും, ഇങ്ങനെ വന്നോണ്ട് അമ്മമാരെ പിന്നെ എടുത്തു കയറൂല. എന്തൊക്കെ പണ്ടുള്ളത്, ഇത് എത്ര പവനാ, അതാണ് ചോദ്യം. അല്ലാതെ എനിക്ക് ഇഷ്ടമായ ചെക്കനെ അങ്ങനെ ആരും ചോദിക്കൂല. എത്ര പവനുണ്ട്, ചെക്കന്റെ പേരെവിടെ, എന്ന് വലിയ പേരെയാണോ, എന്താ ചോദ്യം, അതേ ചോദിക്കുള്ളൂ. 18 ആവുമ്പോ ചിലവർക്ക് മെച്ചൂരിറ്റി ഉണ്ടാവും, ചിലവർക്ക് അറിയാം ഞാനൊരു കുടുംബജീവിതമാണ്, അങ്ങനെ അക്സെപ്റ്റ് ആക്കാൻ പറ്റും. പക്ഷെ ചിലവരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മളപ്പോ നടക്കണ കാര്യം, ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, കല്യാണം കഴിഞ്ഞെന്നുള്ളൂ, അപ്പോഴും നമ്മളെ മാതിരി പൊട്ടത്തരം പറഞ്ഞ് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അത് എത്താതെ അതിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു പെൺകുട്ടി പറഞ്ഞ വാക്കിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും പോയിന്റ് ആട്ടോ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു കാര്യം വാപ്പിയും ഉമ്മയും കണ്ടെത്തിയിട്ട് ഇഷ്ടമായെങ്കിൽ മതി, സാവധാനം മതി, നന്നായിട്ട് സംസാരിച്ച് പരസ്പരം ഉള്ളു തുറന്ന് ഇഷ്ടപ്പെടുമ്പോൾ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ ഒരു ചായ കുടിച്ച് വരുമ്പോഴേക്ക് നാളെ നിങ്ങൾ പോയിട്ട് ഇറങ്ങി പോയിട്ട് നിക്കാഹൊന്നും കഴിക്കണ്ട.
പക്ഷേ ഇതുപോലെ പ്രണയങ്ങൾ അകപ്പെടുമ്പോൾ ഇങ്ങനെ കുറേ ആപത്തുകൾ ഉണ്ടെന്നുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പെൺകുട്ടികളെ നിങ്ങൾ തിരിച്ചറിയണം. ഈ ഫോട്ടോയിൽ കാണുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഇന്നലെ വഫാത്തായിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഈ വഫാത്തായ സമസ്ത കേന്ദ്ര മുഷാവറ അംഗത്തിൻ്റെ പേര് ഇദ്ദേഹത്തെ അറിയുന്ന ആളുകൾ നിങ്ങൾ വിവരങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.